ഉത്തമഗീതം അദ്ധ്യായം 1. ശലോമോന്റെ ഉത്തമഗീതം. അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു, നിന്റെ തൈലം സൗരഭ്യമായത്. നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പിന്നാലെ എന്നെ വലിക്കാം, നാം ഓടിപ്പോകാം. രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു, ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ചാനന്ദിക്കട്ടെ. നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ ശ്ലാഘിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ. യെരൂശലേം പുത്രിമാരെ, ഞാൻ കറുത്തവളെങ്കിലും കേദാരക്കൂടാരങ്ങളെപ്പോലെയും ശലോമോന്റെ തിരശീലകളെപ്പോലെയും അഴകുള്ളവളാകുന്നു. എനിക്കു ഇരുൾ നിറം പറ്റിയിരിക്കുകയാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കയാലും എന്നെ തുറിച്ചു നോക്കരുത്. എന്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു, എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്കു കാവലാക്കി. എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ലതാനും. എന്റെ പ്രാണപ്രിയനെ പറഞ്ഞു തരിക, നീ ആടുകളെ മേയ്ക്കുന്നതെവിടെ? ഉച്ചയ്ക്ക് കിടക്കുന്നതെവിടെ? നിന്റെ ചങ്ങാതിമാരുടെ ആട്ടിൻകൂട്ടങ്ങൾക്കരികെ ഞാൻ മുഖം മൂടിയവളെ പോലെ ഇരിക്കുന്നതെന്തിന്? സ്ത്രീകളിൽ അതിസുന്ദരിയെ, നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചുവട് തുടർന്നു ചെന്നു ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കൂ. എന്റെ പ്രിയേ, ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു. നിന്റെ കവിൾത്തടങ്ങൾ രത്നാവലി കൊണ്ടും നിന്റെ കഴുത്തു മുത്തുമാല കൊണ്ടും ശോഭിച്ചിരിക്കുന്നു. ഞങ്ങൾ നിനക്ക് വെള്ളിമണികളോടുകൂടിയ സുവർണസ്തരപ്പളി ഉണ്ടാക്കിത്തരാം. രാജാവ് ഭക്ഷണത്തിനിരിക്കുമ്പോൾ എന്റെ ജഡമാംസി സുഗന്ധം പുറപ്പെടുവിക്കുന്നു. എന്റെ പ്രിയൻ എനിക്ക് സ്ഥലങ്ങളുടെ മധ്യേ കിടക്കുന്ന മോറിൻ കെട്ടുപോലെയാകുന്നു. എന്റെ പ്രിയൻ എനിക്കു ഏൻഗതി മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചിപ്പൂക്കുല പോലെ ഇരിക്കുന്നു. എന്റെ പ്രിയേ, നീ സുന്ദരി, നീ സുന്ദരി തന്നെ. നിന്റെ കണ്ണു പ്രാവിന്റെ കണ്ണുപോലെ ഇരിക്കുന്നു. എന്റെ പ്രിയനെ, നീ സുന്ദരൻ, നീ മനോഹരൻ. നമ്മുടെ കിടക്കയും പച്ചയാകും, നമ്മുടെ വീടിന്റെ ഉത്തരം ദേവദാരുവും കഴുക്കോൽ സരളവൃക്ഷവും ആകുന്നു.